ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. എന്നെ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ വ്യക്തികൾക്കും ശാന്തിയും സമാധാനവും. ഒരു മോട്ടിവേഷൻ വരികളാണ്. പാട്ട് പഠിച്ചവർ ദയവായി ക്ഷമിക്കുക. ഏതവസ്ഥയിലും നിങ്ങൾ പറയേണ്ടതായ ചില വാക്കുകളുണ്ട്. അസാധ്യമായി നിങ്ങൾക്കൊന്നുമില്ല. നിങ്ങളെ ശക്തനാക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് നിങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസമാണ് നിങ്ങളെ ഓരോ ദിവസവും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതാണ്. അപ്പോൾ എന്നും രാവിലെ നിങ്ങൾ ഈ വാക്കുകൾ ഓർക്കുക. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ ദൈവമൻ കൂടെയുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ ദൈവമൻ കൂടെയുള്ളതാ. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നു. ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. പ്ലീസ് കേൾ മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇന്നത്തെ എനർജി എന്താണ്? ഇതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഓക്കെ, നമുക്കിത് നോക്കാം. ആദ്യം വന്നിരിക്കുന്നത് തന്നെ നിങ്ങളുടെ എനർജിയിൽ ഒരു മാറ്റമാണ്. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന വ്യക്തിയല്ല ഇപ്പോൾ നിങ്ങൾ. ഇതുവരെയും നിങ്ങൾ ഒരുപാട് പാവമായിരുന്നോ, അല്ലെങ്കിൽ ഒരുപാട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ വാക്ക് കേട്ട് തളർന്ന് കരഞ്ഞിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുന്നു. നിങ്ങളൊരു ടവർ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഏത് സിറ്റുവേഷൻ ആയിരുന്നോ നിങ്ങളെ മറ്റുള്ളവർ ഉപയോഗിക്കുകയും അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ മുന്നിൽ ഒന്നുമല്ലാത്ത രീതിയിലാക്കി നിങ്ങളെ തീർത്ത് നിങ്ങളിൽ നിന്നും കടന്നു പോയ ചില വ്യക്തികളാണ് നിങ്ങളുടെ ഒപ്പം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു കുഞ്ഞു കുരുവിയുടെ ചിറകുകളല്ല, വളരെ വിശാലമായിട്ടുള്ള ഈ ആകാശത്തിൻ്റെ ഉച്ചത്തിൽ പറക്കുവാൻ ശക്തിയുള്ള പരുന്തിൻ്റെ ചിറകുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ളത്. ഈ ലോകത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു. കാരണം ഇവിടെ വന്നിരിക്കുന്നത് ഒരു മാറ്റത്തിൻ്റെ എനർജിയാണ്. കത്തിജ്വലിക്കുന്നതായിട്ടുള്ള ഒരു മാറ്റമാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. പ്ലീസ് കേൾ മീ മദർ യൂണിവേഴ്സ്. വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഈ കരഞ്ഞിരുന്ന ഒരു ഭാഗത്ത് നിന്നും നിങ്ങൾ മാറിയിരിക്കുന്നു. എന്ത് വന്നിരുന്നാലും നേരിടാനായിട്ട് നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ഒരു കിങ്ങിനെ പോലെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഒരു ഹൈ എനർജിയാണ് നിങ്ങൾക്കിവിടെ കാണുന്നത്. നിങ്ങളിലേക്ക് ചില ബോധം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. നിങ്ങളുടെ തേർഡ് ഐ പവർ നിങ്ങൾക്കുണ്ടാകുന്നു. തേർഡ് ഐ ചക്ര നിങ്ങൾക്ക് ആക്റ്റീവ് ആകുന്നു. ഓക്കെ, ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ എന്താണെന്നും ഒക്കെ ഉള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചു. ഇത്രയും നാൾ നിങ്ങളൊരു ഭ്രമത്തിലായിരുന്നു. ചില വ്യക്തികളുടെ വാക്കുകളിലോ അല്ലെങ്കിൽ ചില കാര്യങ്ങളിലോ നിങ്ങൾ ഭ്രമത്തിലായിരുന്നു. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയാതെ നിങ്ങളിങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നു. ചില വ്യക്തികൾ പറയുന്നത് നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് പോലെ നിങ്ങൾ അനങ്ങാതെ അവരെന്താണോ പറയുന്നത് എല്ലാം കേട്ട് ഇങ്ങനെ ഭ്രമപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയിലായിരുന്നു. ഒരു സ്വപ്നത്തിൽ നിൽക്കുന്നത് പോലെയുള്ള ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ഒരു ബോധം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുവാൻ, ചില കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു എനർജി വന്നിരിക്കുന്നു. ഓക്കെ, ചില കാര്യങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളോട് തന്നെ ഫൈറ്റ് ചെയ്യുന്നതിനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ചില ബുദ്ധിമുട്ട്, നിങ്ങൾ മാനസിക ബുദ്ധിമുട്ടിനോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതായി കാണുന്നു.
ഓക്കെ, ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടത്തിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ കഴിയാതെ നിങ്ങളിങ്ങനെ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്നിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സ്ഥലത്ത് നിന്നും എനിക്ക് മാറിയേ മതിയാകൂ, ഞാനിങ്ങനെ നെഗറ്റീവ് അടിച്ച് ഇങ്ങനെ നിൽക്കേണ്ട വ്യക്തിയല്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്കുണ്ടായിരുന്ന ഓവർ തിങ്കിങ്ങിൽ നിന്നും അല്ലെങ്കിൽ ചില പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഫൈറ്റ് ചെയ്ത് പുറത്തു വരുവാനുള്ള എനർജി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഒരു വലിയ മാറ്റം തന്നെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വന്നിരിക്കുന്നത്. ഒരു ഹൈ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, നിങ്ങൾക്കൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. നിസ്സഹായതയായിരുന്ന ഒരു മൃഗത്തിൽ നിന്നും വളരെ ശക്തനായ ഒരു മൃഗമായി മാറുവാനുള്ള ഒരു ശക്തി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിരുന്നു. അന്ധകാരത്തിലായിരുന്ന നിങ്ങൾ ഇപ്പോൾ വളരെ തേജസ്സായിട്ടുള്ള പ്രകാശത്തിലേക്ക് കടന്നു പോകുവാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളത് ഇതുവരെയും ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റം, ഒരു ശക്തമായ മാറ്റം നിങ്ങളിൽ വരുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇത്രയും നാളും നിങ്ങൾ സൈലൻ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കും. ചില വ്യക്തികളിൽ നിന്നും നിങ്ങളുടെ സാമ്പത്തികമോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തിട്ട് അത് വാങ്ങാൻ കഴിയാതെ ഭയന്ന് നിൽക്കുന്ന ഒരു എനർജി നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു ബോധം നിങ്ങൾക്കുണ്ടാകുകയാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും മനസ്സിലാക്കുന്നു. നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തോ നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടാതെ പോവുകയും മറ്റ് ചില വ്യക്തികൾക്ക് സ്ഥാനമാനങ്ങളും സാലറി വർധനയും ഒക്കെ ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദിക്കുന്നു. ഓക്കെ, എനിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല, എനിക്ക് എന്തുകൊണ്ട് ന്യായം ലഭിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളും ചോദിക്കുവാൻ തുടങ്ങുന്ന ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പം മറ്റ് ചില വ്യക്തികൾ സ്പിരിച്വലായിട്ട് കൂടുതൽ അട്രാക്റ്റ് ആയിരിക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ ഉള്ളിൽ ദൈവികമായിട്ടുള്ള ചില കാര്യങ്ങൾ പഠിക്കുന്നതിനും അല്ലെങ്കിൽ ചില വ്യക്തികൾ ടാരോ റീഡിങ് പഠിക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിനോ നിങ്ങൾ തയ്യാറാകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതുവരെയും അനുഭവിച്ചതായ ചില ഭാരങ്ങളെ നിങ്ങളെ എടുത്തു മാറ്റുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, ചില വ്യക്തികളുടെ മുമ്പിൽ പോയി നിങ്ങൾ ഒരുപാട് യാചിച്ചിരുന്നതായിട്ടുള്ള ഭാരങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മാറുന്നു. ചിലപ്പോൾ ബാങ്കിലായിരിക്കാം അല്ലെങ്കിൽ ചില വ്യക്തികളുടെ മുന്നിൽ സാമ്പത്തിക കാര്യങ്ങൾക്കായിരിക്കാം നിങ്ങൾ ചെന്ന് നിന്നത്. അതിലൊക്കെ ഒരു മാറ്റം ഇന്നേ ദിവസം നിങ്ങൾക്കുണ്ടാകുന്നു. ഓക്കെ, നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്തതായ ചില ഭാരിച്ചതായിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു വഴി നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല. നിങ്ങളുടെ മാനസികമായി തളർന്ന് ശാരീരികമായും തളർന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അതിനൊരു മാറ്റം യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും വിഷമിച്ച ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണോ, അവിടെ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യുന്നതിന് വേണ്ടി യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് നിങ്ങൾക്ക് വന്നു ചേരുകയുള്ളൂ. ഓക്കെ, ചില വ്യക്തികൾക്ക് എങ്ങോട്ട് തിരിഞ്ഞു പോകണം എന്ന് അറിയാതെ മാനസികമായി തകർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിനെ ഹീൽ ചെയ്യുക. ഹീൽ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശരിയായ ഒരു തീരുമാനം എടുക്കാൻ കഴിയൂ. ഇപ്പം മനസ്സാകെ ആകുലപ്പെട്ട് നിൽക്കുന്ന സമയം അല്ലെങ്കിൽ ഒരുപാട് ടെൻഷനും ഡിപ്രഷനുമായിട്ടിരിക്കുന്ന സമയത്ത് ശരിയായ തീരുമാനം എന്താണ് എടുക്കേണ്ടതെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹീൽ ചെയ്യുക എന്നാണ്, സ്വയം ഒരു സമാധാനപ്പെട്ടെങ്കിൽ മാത്രമേ ശരിയായ വഴി നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരികയുള്ളൂ എന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് കൂടെ തന്നെ എന്തിനും ഏതിനും യൂണിവേഴ്സ് നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. 6 ഓഫ് കപ്പ് വന്നിരിക്കുന്നു. ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ കാണാൻ എത്തുന്നു, നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെ കാണാൻ എത്തുന്നു, ചില ജോലികൾ നിങ്ങളെ തേടി എത്തുന്നു. ഓക്കെ, നിങ്ങൾക്കൊരു സന്തോഷമായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ കൂടെ തന്നെ യൂണിവേഴ്സ് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഏത് കാര്യത്തിലും നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാകുകയില്ല. എന്ത് വന്നിരുന്നാലും നിങ്ങൾ ചില പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകുമെങ്കിലും ഒരിക്കലും നിങ്ങൾ തോറ്റു പോകുകയില്ല എന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇന്നത്തെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുന്നു. ചില വ്യക്തികൾ വളരെ സ്ട്രോങ് ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നതായി ഫീൽ ചെയ്യുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ജീവിതത്തിൽ ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്.
നിങ്ങൾ കാത്തിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു. വെയിറ്റിങ്ങിലായിരുന്ന എന്ത് കാര്യമാണോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ആദ്യം വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഒരുപാട് മാനസികമായി പ്രശ്നമുണ്ടാക്കിയ അല്ലെങ്കിൽ സാഹചര്യം നിങ്ങളുടെ വീട്ടിലായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം. നിങ്ങളുടെ അധികാരത്തിന്മേൽ ഉണ്ടായ പ്രശ്നത്തിന് പരിഹാരമാണ് ഉടൻ തന്നെ ലഭിക്കാൻ പോകുന്നത്. പേജ് ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. ജോലി സ്ഥലത്തുണ്ടായ ചില പ്രശ്നങ്ങൾ, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉടൻ തന്നെ വരുന്നതായി കാണുന്നു. ചില സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. അതിന് ഉടനെ തന്നെ ഒരു പരിഹാരം നിങ്ങൾക്ക് വരുന്നു. ഓക്കെ, എയ്റ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഗ്രോത്ത് ആണ് നിങ്ങളെ തേടി എത്തിയിരിക്കുന്നത്. സഡൻ ആക്ഷൻ ആണ്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ചില വ്യക്തികൾ സഹായിക്കാൻ. ആ വ്യക്തിയുടെ മുഖം പോലും സഹായ പട്ടികയിൽ നിങ്ങളുടെ ആ വ്യക്തിയുടെ മുഖമോ പേരോ നിങ്ങൾ ഓർത്തിട്ടില്ല എങ്കിൽ പോലും ആ വ്യക്തിയെ ആയിരിക്കും യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി സഹായത്തിനായി നിയമിക്കുന്നത്. 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ദൈവദൂതനായിട്ട് തന്നെ ചില വ്യക്തികളെ നിങ്ങളുടെ മുന്നിൽ യൂണിവേഴ്സ് എത്തിക്കുന്നതായിരിക്കും. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഇവിടെ 7 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടതിന് ശേഷവും മാനസികമായി തളർന്നിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ ജോലിയെല്ലാം വ്യർത്ഥമായി പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ തളർന്നിരിക്കുന്ന ഒരു എനർജിയിലാണെങ്കിൽ, നിങ്ങളെ ഒരുപാട് കരഞ്ഞ് നിങ്ങൾ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റം നിങ്ങൾക്ക് വരുന്നു. നിങ്ങൾക്ക് ഓഫർ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഏത് വിഷയത്തിന്മേലാണോ കരഞ്ഞ് തളർന്ന് നിങ്ങൾ മാനസികമായി തകർന്നു പോയ ഒരു എനർജി നിങ്ങളുടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അടുത്ത സമയത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിന് നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് യൂണിവേഴ്സ് എത്തുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്. ചില ബന്ധുക്കളും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ചേർന്ന് നിന്ന വ്യക്തികളെല്ലാം നിങ്ങളെ കുറ്റപ്പെടുത്തി നിങ്ങളെ മാറ്റി നിർത്തിയ ഒരു സാഹചര്യം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആരോടും തുറന്നു പറയാൻ കഴിയാതെ വണ്ണം സ്വയം നീറി ഉരുകുന്ന ഒരു എനർജി നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ ഒരു സിറ്റുവേഷന് അവസാനം വന്നിരിക്കുന്നു. ഓക്കെ, ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആരോടും തുറന്നു പറയാൻ വയ്യാതെ മനസ്സിൽ ഒതുക്കിയിരിക്കുന്നതായ ചില വിഷമങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അതിന് ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്നു. സൺ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ഓക്കെ, എല്ലാ കാര്യങ്ങളും ബാലൻസിലേക്ക് വരുന്നതായി കാണുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സാലറി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ജോലി ഇല്ലാണ്ടിരുന്ന വ്യക്തികൾക്ക് ഉടൻ തന്നെ ജോലി ലഭിക്കുന്നു. നിങ്ങൾക്കൊരു സന്തോഷവും ഇല്ലാതെ നിങ്ങൾ ഒറ്റപ്പെട്ട് മറ്റ് വ്യക്തികളാലും നിങ്ങൾ ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ, നിങ്ങൾക്കൊന്നിനോടും ഒരു താല്പര്യമില്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം, സന്തോഷം അതിവേഗം കടന്നു വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വന്നു ചേരാൻ പോകുന്നു. ഒരുപാട് ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടി എത്തുന്നു. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ ചില പ്രാർത്ഥന, അല്ലെങ്കിൽ ചില ടാരോ റീഡർ, അല്ലെങ്കിൽ ചില ആസ്ട്രോളജി, അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചില വ്യക്തികളെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വരുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ചില വ്യക്തികളുടെ ഉപദേശത്താൽ നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്നു. നിങ്ങളുടെ ബിസിനസ്സിലൊരു മാറ്റം വരുന്നു. ഓക്കെ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു മാറ്റം വരുന്നു. നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ ഒരു മാറ്റം വരുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഒരു മാറ്റം വരുന്നു. ഓക്കെ, ഒരു വിജയമാണ് വരുന്നത്. 3 ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുണ്ട്. സാമ്പത്തികത്തിലും ബിസിനസ്സിലും നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിലും ഒരു മാറ്റം വരുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് പെൻറ്റിക്കിളാണ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കാത്തിരുന്നത്, ആ കാത്തിരുന്ന കാര്യം നിങ്ങളുടെ മടിയിലേക്ക് യൂണിവേഴ്സ് കൊണ്ടെത്തിക്കുന്ന എനർജി തന്നെയാണ്. നിങ്ങൾക്കൊരു ഗ്രോത്ത് വരുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരു ആഘോഷം വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇത്രയും നാളും ഒറ്റപ്പെട്ടാണ് നിങ്ങൾ ജീവിച്ചിരുന്നതെങ്കിൽ, നിങ്ങൾ എടുത്തിരിക്കുന്ന എഫേർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ഔട്ട്സൈഡറെ പോലെയാണ് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് നിലവിളിച്ചാണ് നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ, അതിനെല്ലാം ഒരു മാറ്റം വരുന്നു. നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ച സാഹചര്യം നിങ്ങൾ നിഷ്പ്രയാസം കടന്നു പോകുന്ന ഒരു എനർജിയാണ് വരുന്നത്. യൂണിവേഴ്സിൽ നിന്നുള്ള പ്രകാശം, നിങ്ങൾ ആത്മീയമായിട്ടുള്ള പ്രകാശം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് ശക്തി പകർന്നു തരുന്നു. ഏത് സിറ്റുവേഷനും കടന്നു
പോകുവാൻ തക്കവണ്ണം ഉള്ള ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം, നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണ്, എൻ്റെ വ്യൂസിനോട് ഇപ്പോൾ തോന്നുന്നതായിട്ടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇതിലൊന്ന് സെലക്ട് ചെയ്യുക. 1 2 3 നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് ആണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് തിരഞ്ഞെടുക്കുന്ന കാർഡ്സിൽ എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് ഫീലിങ്സ് ആണ് ഉള്ളത്? ഇപ്പോൾ നിങ്ങളെ പ്രതി ഉള്ളത് വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ ഇടയിലെ സ്നേഹങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് ഒരിക്കലും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ പറ്റുന്നില്ല. അവർ വിചാരിച്ചു നിങ്ങളെ വിട്ടു പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എല്ലാം ലഭിക്കും എന്ന് വിചാരിച്ചു എങ്കിൽ ഇപ്പോൾ ഒരിക്കലും അവർക്ക് അവരുടെ സന്തോഷത്തെ തേടി പോകാൻ അവർക്ക് പറ്റുന്നില്ല. നിങ്ങളുടെ ഓർമ്മകൾ അവരെ വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അവരിപ്പോഴും എവിടെ വെച്ചാണോ നിങ്ങളെ ബ്രേക്കപ്പ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ കോള് മെസ്സേജ് എവിടെ വെച്ചാണോ സ്റ്റോപ്പ് ചെയ്തത്, ഇപ്പോഴും അതിലേക്ക് മാത്രം നിങ്ങൾ അവസാനമായി അയച്ചിരിക്കുന്ന മെസ്സേജ്, കോള്, അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് മെസ്സേജ്, ഇതെല്ലാം റിപ്പീറ്റായി കേട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വേദനിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത്. ഓക്കെ, 7 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഒരു അവസരം ലഭിക്കുമോ എന്നുള്ളത് അവർ ഓർക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അവർ നിൽക്കുന്നത് ചിലപ്പം ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ നിങ്ങളെ കോൾ മെസ്സേജ് ചെയ്യുവാനുള്ള ഒരു അവസരം ലഭിക്കുന്നില്ലായിരിക്കാം. എങ്കിൽ പോലും അവർ നിങ്ങളിലേക്ക് കടന്നു വരാൻ സാധിക്കും എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവരിപ്പോൾ ഹെർമിറ്റ് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. 7 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഒരുപാട് ഓപ്ഷൻ്റെ പിറകെ കടന്നുപോയ വ്യക്തിക്ക് ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് മാത്രം നോക്കി വെയിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ്. അവർ ഒറ്റപ്പെട്ടു പോയി എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന എനർജിയാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ, അവരുടെ പേഴ്സൺ അവരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങളെ അവസാനിപ്പിച്ച് ഒന്ന് വീണ്ടും തുടങ്ങണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സണ്ണിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് തുടങ്ങണം. ഏസ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ് നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് കടന്നു വരണം, നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു നിമിഷം തന്നെ ഇതെല്ലാം അഫർമേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. കാരണം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും വലിയൊരു നിധിയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഓരോ പവർ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങളെ കൊണ്ടുതരുന്ന ഒരു എനർജി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വീണ്ടും വരണം, നിങ്ങളാണ് അവരുടെ ലോകമെന്ന് അവർ ചിന്തിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ യൂണിവേഴ്സിനെ പിടിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ ഒരു എനർജി നിങ്ങളുടെ പേഴ്സണെ ചുറ്റി വളയുന്നതായി കാണുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും വിട്ടുപോകാൻ കഴിയുന്നില്ല. നിങ്ങളെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഇതുവരെയും ജീവിതത്തിൽ എടുത്തത് ഒരു ഫൂളിഷ് ആയിട്ടുള്ള തീരുമാനമായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള എനർജി ഇതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. അഫർമേഷൻ ചെയ്യുക, സ്ട്രോങ് ആയിട്ട് അഫർമേഷൻ ചെയ്യുക. താങ്ക് യു. നമുക്ക് നോക്കാം, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. 10ാം ക്ലാസ്സിൽ എക്സാം എഴുതാൻ പോകുന്ന, +1 +2 എഴുതാൻ പോകുന്ന കുട്ടികളുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന കാർഡ്സാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു വലിയ വിജയം ലഭിക്കുമോ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞു മക്കൾക്ക് ഒരു നല്ല വിജയം ലഭിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, മക്കൾ കൂടെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിപ്പിക്കുക. 1st, 2nd, 3rd വീഡിയോ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ കൊണ്ട് കാർഡ് സെലക്ട് ചെയ്യിപ്പിക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് താങ്ക് യു യൂണിവേഴ്സ്.
ഒരു വിജയമാണ് മക്കളെ തേടി എത്തുന്നത്. ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു വിജയം തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, ഏതെങ്കിലും വിഷയത്തിൽ ചില പഠിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിഷ്പ്രയാസം കടന്നു പോകും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാകാം, ഒരു ചിറകാണ് കാണുന്നത്, അത് വിജയത്തിൻ്റെ ചിറകാണ്. ഓക്കെ, വിജയം ലഭിച്ചവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു ചിറകാണ്. നിങ്ങൾ ഇതുപോലെ ട്രോഫി നേടുക തന്നെ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കരുത്. സ്ട്രോങ് ആയിട്ട് തന്നെ എക്സാം എഴുതാൻ കടന്നു പോകണം. ഓക്കെ, മാനസികമായി സ്ട്രെങ്ത് കൊണ്ടുവരണം. നിങ്ങൾക്ക് വിജയം വിജയം വിജയം. ഓക്കെ, ഇത് മാത്രം എപ്പോഴും നിങ്ങൾ പറയുക. കിടക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ഇത് പറഞ്ഞിട്ട് കിടക്കുക, എനിക്ക് വിജയം തന്നെയാണ്, എനിക്ക് വിജയം തന്ന യൂണിവേഴ്സിന് നന്ദി പറഞ്ഞിട്ട് കിടക്കുക. രണ്ടാമത്തെ കാർഡ്സ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. പരീക്ഷ ടെൻഷൻ കൊണ്ട് ചിലപ്പം മനസ്സിൽ ഒരുപാട് വെപ്രാളങ്ങളായിരിക്കാം, ചില അസുഖങ്ങളായിരിക്കാം, പനിയായിരിക്കാം, പേടിപ്പനിയായിരിക്കാം, അങ്ങനെ ചില കുഞ്ഞുങ്ങളെ കാണുന്നു രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തതിൽ. ഓക്കെ, നിങ്ങൾ വിഷമിക്കരുത്, ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. വിജയം നിങ്ങളെ തേടി എത്തിയിരിക്കുന്നു. 9 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നോക്കൂ, ഈ ചേച്ചി വളരെ സന്തോഷത്തിൽ ഈ ഒരു പെൻറ്റിക്കിളൊക്കെ പിടിക്കുന്നത് കണ്ടോ. ഇതൊക്കെ നിങ്ങളുടെ A+ ആണ്. നിങ്ങൾ ഒരു കാരണത്തിലും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. സ്ട്രോങ് ആയിട്ട് തന്നെ നിന്ന് പഠിച്ചോളൂ, സന്തോഷത്തോടു കൂടെ പഠിച്ചോളൂ. ഒരിക്കലും ഭയപ്പെട്ട് ഇതുപോലെ വിഷമിച്ച് പനിയൊന്നും പിടിച്ച് കിടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നുണ്ട്. എല്ലാത്തിനും നല്ല മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കരുത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അഫർമേഷൻ ചെയ്യുക. കിടക്കുന്നതിന് മുമ്പ് എല്ലാത്തിനും നല്ല മാർക്ക് ലഭിച്ചതിനായി നന്ദി പറയുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഭയം കാരണം മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു എനർജിയാണ്. വിദ്യാഭ്യാസം ഈ +2 ആണ് അല്ലെങ്കിൽ 10ാം ക്ലാസ് ആണ് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ ഭയന്ന് പോകുന്നതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. ഒരിക്കലും ഭയക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ജഗിള് ചെയ്യരുത്. നിങ്ങൾക്ക് വിജയം നിശ്ചയമാണ്. ഓക്കെ, 3 ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അനുഗ്രഹം നിശ്ചയമാണ്. നിങ്ങൾക്ക് ആരുടെയെങ്കിലും അടുത്ത് പോയി ചില ട്യൂഷനോ മറ്റോ എക്സ്ട്രാ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുക. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. വിജയം ഇവിടെ നിങ്ങൾക്കുണ്ട്. കണ്ടോ, ഇവിടെ വിജയത്തിൻ്റെതാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടോ ഭയന്ന് നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ജഗിള് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ജയിക്കുമോ തോക്കുമോ എന്നുള്ള ആ തോൽവി എന്നുള്ളൊരു വാക്ക് ഈ ഒരു നിമിഷം തന്നെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നു. ഇനി വിജയത്തെക്കുറിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ. നിങ്ങളുടെ വായിൽ ഒരിക്കലും തോൽവിയെക്കുറിച്ചുള്ളൊരു വാക്ക് വരാൻ പാടില്ല. ഓക്കെ, യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം എല്ലാവരോടും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.